ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫൈനലി ഇന്ന് ഞാൻ എൻ്റെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ കോളേജ് ഹോസ്റ്റലിലാണ്. സോ എൻ്റെ ഫ്രണ്ട് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. സോ ബാക്കി ഡീറ്റെയിൽസൊക്കെ അവിടുന്ന് കാണാം. സീ യു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദിസ് ഇസ് ഗയന. ഹലോ. ഇവിടെ LLBക്ക് പഠിക്കുകയാണ്. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങളിപ്പം നിൽക്കുന്നത് ലൈറ്റില്ലേ, കോളേജ്, ഞങ്ങളുടെ കോളേജിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. ഞാനും ഞങ്ങൾ രണ്ടുപേരും. ഓക്കെ, അപ്പം അറ്റ് ലാസ്റ്റ് ഒരു സമയം കിട്ടി, ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. സമയമുണ്ട്, പക്ഷെ ആ ഒരു വൈബിലേക്ക് വരണ്ടേ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് കൈ ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. ഇനി കുറച്ചു നേരം നീ പിടിക്കേ. അപ്പോൾ ഞങ്ങൾ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പം രേവ യൂണിവേഴ്സിറ്റീൻ്റെ ഫ്രണ്ട് ഗേറ്റിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ രേവ യൂണിവേഴ്സിറ്റി, വാട്ട് ഈസ് രേവ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് അവിടുന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കൈ അറിയുന്നുണ്ടോ? ഇല്ല, പറയണേ. ഓക്കെ, ഈ സൈഡല്ലേ വണ്ടി. ഓക്കെ, ഫുൾ ബിസിയാണ് കോളേജ് അല്ലേ. ഈവൻ സൺഡേ പോലും ഭയങ്കര ബിസിയാണ്. സൺഡേ പോലും ഞാൻ വിചാരിച്ചത് എന്താറിയോ, ഇന്നധികം ആൾക്കാരുണ്ടാവില്ല എന്നിട്ട് നമുക്ക് എടുക്കാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നും അത്യാവശ്യം ആൾക്കാരുണ്ട്. സാധാരണ ഇതിനെക്കാട്ടും ആൾക്കാരുണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയട്ടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വ്ളോഗ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് രേവ യൂണിവേഴ്സിറ്റി കോളേജ് വ്ളോഗ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം ലാസ്റ്റ് ഇയർ ആണ്, പിന്നെ നമ്മൾ കാണൂല. കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ്. പക്ഷെ ഇനിയിപ്പം കുറേ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു കോളേജ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. രേവ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂരിൽ കട്ടികനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, രേവ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. REVA രേവ യൂണിവേഴ്സിറ്റി. ഇവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പം ഇവള് പഠിക്കുന്നത് LLB ആണ്. ആണ്. ഞാനിവിടെ പഠിക്കുന്നത് MPA, അതായത് മാസ്റ്റർ പെർഫോമിംഗ് ആർട്സ്. മാസ്റ്റർ പെർഫോമിംഗ് ആർട്സിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, മ്യൂസിക്, അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് മ്യൂസിക്കാണ്. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ 5 years കോഴ്സാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് എന്നാ നമ്മുടെ ക്യാമ്പസ് കാണിക്കാം. അപ്പം ഞങ്ങളിപ്പോൾ ഫ്രണ്ട് ഗേറ്റിലേക്ക് പോവാണ്. ഓക്കെ, ഇനിയുള്ള പൂ കണ്ടാലേ അതിന് നമ്മൾ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് നോക്കും. ഗൈസ്, ഇവിടെ വായനോട്ടമാണ്. നോ ഗൈസ്, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഞാൻ ഡീസൻ്റ് ആണ്. ഡീസൻ്റ് മീൻസ് വായനോട്ടല്ല കേട്ടോ, എക്സ്ട്രാ ഡീസൻ്റ് മീൻസ് നല്ല ഭംഗിയുള്ള ആരെങ്കിലും കണ്ടാൽ നോക്കും. അതിപ്പോൾ നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. ഭംഗിയുള്ള സാധനം കണ്ടാൽ നീ നോക്കൂലേ? നോക്കി പോവും. നാച്ചുറൽ. അപ്പോൾ ഞങ്ങൾ വായ നോക്കല്ല. ഞങ്ങളെന്ന് പറഞ്ഞിട്ട് വായനോട്ടം സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല. ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്രമേ നോക്കാറുള്ളൂ. നെവർ മൈൻഡ്. ഓക്കെ, ഞങ്ങളെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഭംഗിയുള്ള പൂ കണ്ട ആരായാലും നോക്കും. ഭംഗിയുള്ള പൂ മാത്രമല്ല, എന്ത് നല്ല ഭംഗിയുള്ള സൺസെറ്റ് കാണുമ്പോൾ എത്ര നോക്കി നിന്നാലും മടുക്കൂല. നമുക്കത് കാണിച്ചു കൊടുക്കാം അല്ലേ? യെസ്, സൺസെറ്റ് കാണിച്ചു കൊടുക്കാം. നടക്ക്. ഈ ഒരു വ്യൂ ആണ് ഇപ്പം ഇവിടുന്ന് ജസ്റ്റ് കാണുന്നത്. അവിടെ എത്തിയിട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഭയങ്കര അടിപൊളി സൺസെറ്റ് ഒന്നുമല്ല, അത് ജസ്റ്റ് കാണിച്ചു തരാം. ഒരാൾ ഇപ്പോഴാണ് ID കാർഡ് എടുക്കുന്നത്. ഇവിടെ രേവയുടെ പാസ്പോർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് ID കാർഡാണ്. ഇവിടെ എന്തില്ലെങ്കിലും ID കാർഡ് ഉണ്ടായാൽ മതി. ID കാർഡ് ഉണ്ടാവണം. അത്രേ. അത് ഭയങ്കര സെക്യൂരിറ്റി ആണ് കേട്ടോ. ഈ ലൈറ്റിൽ നമ്മളെ കാണാൻ നല്ല ഭംഗി. ID കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗേറ്റിൻ്റെ അടുത്ത് എത്തി, അതുകൊണ്ടാണ് ID കാർഡ് ഇട്ടത്. കൈ മാത്രം എടുക്കും. എവിടെ എഴുതുക? ഇത് ബോയ്സ് ആണോ? നമ്മൾ പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്യണം. എഴുതിയിട്ട് വേണം പുറത്തു പോകാൻ.
അല്ലേ? അതെ. സോ we are in the front of Reva University. രവ യൂണിവേഴ്സിറ്റി. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ഓരോ മുക്കും കോണും കാണിച്ചു തരുന്നതായിരിക്കും. സോ ഇതാണ് ഞങ്ങളുടെ രേവ യൂണിവേഴ്സിറ്റീൻ്റെ ഫ്രണ്ട് ഗേറ്റ് എന്ന് പറയുന്നത്. അതായത് മെയിൻ ഗേറ്റ് ഇതാണ്. ഇവിടെ 2 ഗേറ്റ് ഉണ്ട്, ബട്ട് മെയിൻലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഗേറ്റാണ് ഇത്. അപ്പോൾ ഇതിലൂടെയാണ് എല്ലാവരും കൂടുതലും വരുന്നതും പോകുന്നതൊക്കെ. മറ്റേ ഗേറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ യൂസ് ആക്കാറില്ല. സോ ഞങ്ങൾ കയറാൻ പോവാണ് ഗൈസ്. ഓൾറെഡി കയറിയതാണ് കുറേ തവണ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി അത് പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ കോളേജിൽ കംപ്ലീറ്റ്ലി സെക്യൂരിറ്റീസ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്. സോ സേഫാണ് ഞങ്ങളുടെ കോളേജ് എന്ന് പറയുമ്പോൾ. മാത്രമല്ല, പുറത്തുനിന്ന് ഏതെങ്കിലും ആൾക്കാർ വരുവാണെങ്കിൽ തന്നെ അവർ പാരൻസ് വരെ, നമ്മുടെ പാരൻസ് വരെ വരുന്നുണ്ടെങ്കിൽ പോലും അവരെല്ലാ കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ കോളേജിൻ്റെ അകത്തേക്ക് കയറ്റാറുള്ളൂ. ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ബാഹുബലിന്റെ കിരീടം പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞങ്ങളുടെ ക്യാമ്പസിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്രീനറിയാണ്. ഓക്കെ, ഈവൻ ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നുണ്ടെങ്കിലും ഒരു പൊല്യൂഷൻ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യില്ല, അല്ലേ? സത്യം. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ചൂടുകാലം തുടങ്ങി. അപ്പം സാധാരണ ബാംഗ്ലൂരിൽ അത്യാവശ്യം ചൂടുണ്ട് എന്നാണ് സിറ്റിയിൽ നിന്ന് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്, ചൂട് ഭയങ്കര കുറവാണ്. കാരണമില്ലേ, ഇപ്പം ഇവള് പറഞ്ഞ പോലെ കാണിച്ചു കൊടുക്കുക. ഇവള് പറഞ്ഞ പോലെ ഞാൻ പറയട്ടെ, ഗ്രീനറി, അതായത് 2 സൈഡും മരങ്ങളാണ്. അവിടെ എൻ്റെ ഫ്രണ്ട്സിന് കാണിച്ചു തരാം. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നോക്കണം. കണിയല്ലേ, ഇത് നമ്മുടെ എൻട്രിയിലുള്ളൊരു ബോർഡാണ്. മൈ രേവ കണ്ട, ഇങ്ങനെയാണ് എൻട്രിയിലുള്ള ഒരു സംഭവം. അപ്പോൾ ഇത് ഞാൻ പറയട്ടെ, ഇതാ ഇങ്ങനെയാണ് ഇവിടെ. നടക്കാം. ഇതാ ആദ്യം ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലേ, ഇതാ കണ്ട, ഇതാണ് വെഹിക്കിൾ പാർക്കിംഗ്. ഇത് കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് വരിക കേട്ടോ. ഇതാ കണ്ടോ, ഇതാണ് എൻട്രി. സ്മോക്കിംഗ് ഫ്രീ ക്യാമ്പസ്. ആക്ച്വലി അത് പറയാതിരിക്കാൻ വയ്യ. അതായത് ഇവിടെ വന്നിട്ട് ഒരാൾ പോലും ഒരു സ്മോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബിങ് ആക്ടിവിറ്റി ചെയ്യുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ അത് പറയാതിരിക്കാൻ വയ്യ, അവർ ഈ ക്യാമ്പസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് സാധാരണ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ബാംഗ്ലൂരിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു തോട്ടുണ്ട്, അയ്യോ ബാംഗ്ലൂർ അങ്ങനെയാണ്, ബാംഗ്ലൂരിൽ ഇങ്ങനെ അത് വലിക്കും ഇത് വലിക്കും എന്നൊക്കെ പറയുന്നൊരു തോട്ടാണ്. ബട്ട് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാണ് ദിസ് കോളേജ്. സീരിയസ്ലി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് പോലെ ഇരിക്കും. ഓക്കെ, ബട്ട് ക്യാമ്പസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ രേവ യൂണിവേഴ്സിറ്റിയിലേക്ക് വരൂ. ഇതേപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ സംഭവങ്ങളില്ലേ, സ്മോക്കിങ്, അതേപോലെ അങ്ങനത്തെ കുറേ സംഭവമുണ്ട്, അതൊന്നും ഇല്ല ഇവിടെ. മാത്രമല്ല നല്ല സെക്യൂരിറ്റിയാണ്. പിന്നെ തൊട്ട് അപ്പുറത്ത് ഇപ്പോൾ പുറത്ത് പോയി തന്നെ നിങ്ങൾക്ക് PGക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് PG പോയിൻ്റ് ഉണ്ട്. മീൻസ് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും നിൽക്കണമെങ്കിൽ അങ്ങനെയും നിൽക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഹോസ്റ്റലുണ്ട്. ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, ഇവള് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഞങ്ങളൊക്കെ സെയിം ഹോസ്റ്റലിലാണ്. ഞങ്ങൾ G2 ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഹോസ്റ്റൽ വൈസും അടിപൊളിയാണ്. പിന്നെ ഫുഡ് ബ്ലോഗ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫുഡ് ബ്ലോഗ് സെപ്പറേറ്റ്, മെസ്സത്തെ ഫുഡ് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. കൈ അടയുന്ന ഗായ്സ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗായ്സ്. അപ്പോൾ ഓക്കെ, ത്യാഗം മനസ്സിലാക്കൂ ഗായ്സ്. ഓക്കെ, ഇതാണ് നന്ദിനി, നന്ദിനി. ഇതൊരു കഫേ പോയിന്റ് ആണ്. നല്ല അടിപൊളി പാസ്ത ഒക്കെ കിട്ടും ഗായ്സ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പാസ്ത. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പാസ്തേൻ്റെ ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസ്ത. സോ ഓക്കെ, ഈവൻ ഇവിടെ പിന്നെയും ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും. അതായത് വഴി തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് ഇടയ്ക്കിടയ്ക്ക് തരുന്നതാണ് ഒരു ബോർഡ്. അങ്ങോട്ടേ കാണിച്ചു. ഇതാണ് സൗഗന്ധിക. അത് പ്രാക്ടീസ് സെക്ഷനാണ്. പ്രാക്ടീസ് ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇത് പഠിക്കണമെങ്കിൽ പഠിക്കാം.
സംതിങ്. നർത്തന, അതെ അതെ. അവിടെ പോയിട്ട് അവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. ഇനി അടുത്തത് ഇങ്ങനെ ഇരിപ്പിടം, അത് മെയിനാണ്. ഇരിപ്പിടം ഒന്ന് കാണിച്ചു. നടന്ന് തളർന്നവർക്ക് ഇരിക്കാൻ ധാരാളം സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. കണ്ടോ അവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടോ, പീസായിട്ട് ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് ഒരു ഫോണും കുത്തിയിരുന്നത്. അവനെ കാണിക്കടി. ഇതാണ് സംഭവം. കണ്ടോ അവരൊക്കെ നല്ല, പക്ഷെ ഞാൻ പറയട്ടെ അത്രയ്ക്ക് പീസാണ്. ഇന്ന് ഇവിടെ ഫുൾ ചളിയില്ല, ചവറും ചപ്പറും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ക്ലീൻ ചെയ്യുന്നവർക്ക് ഭയങ്കര അല്ല, ക്ലീൻ ചെയ്യുന്നവർക്ക് ഇന്ന് ലീവാണ്. അപ്പൊ അതുകൊണ്ടാണ് ചപ്പും ചവറും. ഇല്ലെങ്കിൽ ഫുൾ നീറ്റാണ്. ഒരു ഏപ്രിൽ സമയമാകുമ്പം ഇതിലൊക്കെ പൂക്കൾ വരും മരത്തില്. നല്ല എടി എന്താ പറയാ, പിങ്ക്, ഇതേപോലത്തെ പിങ്ക് കളറ്, ചെറി ബ്ലോസം, അങ്ങനത്തെ പൂവ് നല്ല രസം കാണാം. അങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ വിരിഞ്ഞ് ചില സമയത്ത് ഇങ്ങനെ അത് കൂടെ നടന്നു പോകുന്ന സമയത്ത് അതിങ്ങനെ വീഴും. അപ്പൊ എനിക്ക് എന്താ ഫീൽ ചെയ്യാ, മറ്റേ ഈ സിനിമയല്ലേ തമന്നയും സൂര്യയുള്ള കാറ്റ് വീസും തരന. അപ്പൊ ഞാൻ അതൊക്കെ ആലോചിച്ച് നടക്കുക. ഞാൻ ഇങ്ങനെ